ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡെയിലി റൊട്ടീനാണ് എടുക്കുന്നത്, പിന്നെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അതാ എണീറ്റു. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവാം. ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് ഞാൻ ഇന്ന് ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. ഇപ്പോൾ മോർണിംഗ് റൊട്ടീനാണ്. അപ്പോൾ ഞാൻ ഓയിൽ മസാജ് ഇങ്ങനെ ചെയ്യും കേട്ടോ. അപ്പോൾ ഡെയിലി ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എന്താ പറയുക 2 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യും കേട്ടോ. പക്ഷേ ഈ ഒരെണ്ണം മാത്രമല്ല, ഏതെങ്കിലും ഒരു ഓയിൽ മസാജ് ആയിരിക്കും. അതായത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മുടെ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഇതേപോലെ ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ മസാജ് ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എണീറ്റ ഉടനെ എന്തായാലും ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എന്തായാലും കുടിക്കും. ചിലപ്പോൾ ഒരു ഗ്ലാസ് ആയാലും അല്ലെങ്കിൽ അതിലും കൂടുതൽ വെള്ളം എന്തായാലും കുടിക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കും. അപ്പോൾ ചായൻ്റെ ഒപ്പം വല്ലപ്പോഴും ചിലപ്പോൾ സ്നാക്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് അതൊന്ന് ചൂടോടുകൂടി കഴിക്കും കേട്ടോ. കറിയൊന്നും വയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ചായൻ്റെ ഒപ്പം നിങ്ങൾ സൈഡ് വേണ്ട അങ്ങനെയായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഡെയിലി മോർണിംഗ് റൊട്ടീൻ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് കൂളായി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും പിന്നെ നമ്മുടെ വർക്കുകൾ. അതായത് എണീറ്റോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് കണ്ട് നമ്മൾ കുട്ടികളെ കരച്ചിൽ മാറ്റാനും നമുക്കായിട്ടൊന്ന് ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടി നമുക്കൊന്ന് ഉന്മേഷം കിട്ടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും. അത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫുള്ളായിട്ട് ആക്റ്റീവ് ആവും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഡ്രസ്സ്
ഡ്രസ്സുകളൊക്കെ അലക്കാണ് കേട്ടോ, വാഷിംഗ് മെഷീനിൽ ഇടുകയാണ്. അപ്പോൾ കുറേ ഉണ്ട് അലക്കാൻ, ഇന്നലെ അലക്കിയില്ല. അപ്പോൾ നമ്മൾ 2-3 സെക്ഷനായിട്ടാണ് വാഷ് ചെയ്യുക. പുതിയത് വേറെ, വൈറ്റ് ഡ്രസ്സ് വേറെ, അങ്ങനെയായിട്ടാണ് കേട്ടോ അലക്കാതെ. കാരണം ഇന്നലെ അലക്കി അപ്പോൾ ഇന്ന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ വാഷ് ചെയ്യണത്. അപ്പോൾ ഇനി ഇത് അലക്കി കഴിഞ്ഞതിന് ശേഷം ഒക്കെ തോരിയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി നെക്സ്റ്റ് വീട് ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ കറി ചിക്കൻ കറിയുമാണ്. അപ്പോൾ നമുക്കിനി ഇത് വർക്ക് ചെയ്യട്ടെ. ഇത് ഓഫ് ആവുന്ന ഗ്യാപ്പിൽ നമുക്ക് ജസ്റ്റ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതാ ഉമ്മ വന്നിട്ട് പത്തിരി നന്നായിട്ട് കുഴച്ച് ഉരുളാക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി വീടടിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ ഇനി തുടക്കുകയാണ്. നമ്മുടെ ബേബി വന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ എണീറ്റ് ഉടനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊപ്പം തന്നെ ചായയൊക്കെ കുടിച്ച് അവളിനി TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗ് തന്നെ വീട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിരിക്കും. പിന്നെ എന്തായാലും കുട്ടികളുള്ളതുകൊണ്ട് നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ തുടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉമ്മ തന്നെയാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ കാലിൽ കൊതുകാണോ വേറെ എന്തെങ്കിലും പ്രാണികളാണോ എന്നറിയില്ല, കടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നത് എട്ടുകാലി ആയിരിക്കും എന്നാണ് പറയുന്നത്. എട്ടുകാലിക്കാണ് ഇങ്ങനത്തെ വിഷമുള്ളതെന്നാണ് പറയണേ. അപ്പോൾ അത് കടിച്ചത് കാരണം കാല് നന്നായിട്ട് നീര് വന്നിട്ടുണ്ട്. പിന്നെ അധികം നേരം നിൽക്കുമ്പോൾ പിന്നെയും നീര് ഇറങ്ങും. അത് കാരണം ഉമ്മ എന്ത് ചെയ്തു, ഉമ്മ തന്നെയാണ് ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള പണികളൊക്കെ ഉമ്മ തന്നെയാണ് കിച്ചൺ വർക്കൊക്കെ ചെയ്യണത്. ഞാൻ പുറത്തുള്ളത് മാത്രമേ ചെയ്യണുള്ളൂ. പിന്നെ ഇതേക്കുറിച്ച് അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എട്ടുകാലി കടിച്ചത് തന്നെയാണോ, എട്ടുകാലി കടിച്ചാലാണോ ഇങ്ങനെ നീര് വരുന്നത്, ഇനിയിപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എന്താണ് സൊല്യൂഷൻ, എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക, നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്തിട്ടല്ലാതെ നടന്നിട്ടുള്ള ജോലികളൊക്കെ ഇനി ചെയ്യും. ഒരു സ്ഥലത്ത് നിന്നിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നീരിറങ്ങി നടക്കാൻ പറ്റാത്ത പോലെ ആവുകയാണ്. അപ്പോൾ ഒരേ ഇരിപ്പിരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നീര് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാ വാഷിംഗ് മെഷീൻ ഓഫായി, ഇനി ഡ്രസ്സൊക്കെ തോരിടാണ് കേട്ടോ. അപ്പോൾ വലിയ ഡ്രസ്സൊക്കെ 2 സ്ഥലത്തായിട്ടാണ് നമ്മൾ തോരിടുക, സ്റ്റാൻഡിലും അയലിലുമാണ് കേട്ടോ. അപ്പോൾ വലിയ ഡ്രസ്സൊക്കെ ഇങ്ങനെ അയലിൽ ഇടും, ബാക്കി ചെറിയ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റാൻഡിലായിരിക്കും കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞാൽ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ കുറച്ച് നേരം ഫൺ ടൈം ആയിരിക്കും, കുട്ടികളുടെ കൂടെ കളിക്കുക, കുറച്ച് നേരം ഫോണിൽ കളിക്കുക, പിന്നെ TV കാണാം, അങ്ങനെ അങ്ങ് പോവും. പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു മൂഡിൽ ഉച്ചയുറക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗൈസ്, അതൊന്നും ഇല്ല. അതൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ ആ ഒരു ഉച്ചയുറക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കുട്ടികളൊക്കെ ഉറങ്ങും, പക്ഷേ ഞാനങ്ങനെ ഉറങ്ങാറില്ല ഉച്ചയ്ക്കൊന്നും. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ദിവസം ഇത് കുറച്ചായിട്ടും പിന്നെ ബാക്കി പിന്നെയും അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇനി നമുക്ക് കുറച്ച് ഫേസ് കെയറും കാര്യങ്ങളും ഫേസ് പാക്കുകളൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനതൊന്നും വല്ലാതെ ചെയ്യാറില്ല, പക്ഷേ അതൊക്കെ ചെയ്താൽ എന്താ, അതൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഡ്രസ്സ് കുറച്ച് ഉണങ്ങിയതുണ്ടായിരുന്നു, ഇനി അതും കൂടി മടക്കി വെക്കണം. തൃശ്ശൂർ ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ മോർണിംഗ് ആണ് ചെയ്യുക. രാവിലെ മുതൽ ഒരു 11 മണി വരെ നമുക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് നൈറ്റ് വരെ പിന്നെ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. TV കാണാൻ ഇരിക്കുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ പിന്നെ ഫുൾ ഫ്രീ ആണ്. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ പിന്നെ ഉമ്മ ഇന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുട്ടികൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചോറിനായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ നമ്മൾ വെറുതെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ അതും ടൊമാറ്റോ സോസും കൂടി കഴിച്ചു. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്കിനി ഫേസ് പാക്കും കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഏജായി പോവല്ലേ ഗൈസ്. അപ്പം നമുക്കിനി സ്കിൻ കെയർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഞാൻ ആകെ ഓയിൽ മസാജ് മാത്രം ചെയ്യാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫേസ് മാസ്കുകളൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.